ഞാൻ ഛത്തീസ്ഗഡിൽ സ്നാന ശുശ്രൂഷ നടത്തുമ്പോൾ 8 പേരെ സ്നാനപ്പെടുത്തണം. 8 എണ്ണത്തെ. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സ്നാനപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പം മതം മാറുന്ന പണിയൊന്നുമല്ല സ്നാനം. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ സ്നാനപ്പെടുന്ന പുള്ളിയെ യേശുവിന് വേണ്ടി ക്രൂശിക്കുക. നാളെ ഈ കക്ഷി രക്തസാക്ഷിയായി മാറും. ഇതാണ് സ്നാനം. എന്തേ നിങ്ങളും മിണ്ടാത്തെ? ഹല്ലേലൂയ, കമോൺ, ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ സ്നാനപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങിയല്ലേ വരുന്നത്. അവൻ ഈ സ്നാനക്കുളത്തിൻ്റെ സൈഡിൽ കൈ കുത്തിയിട്ട് ഡൈവ് ചെയ്ത് താഴോട്ട് വീഴുക. അപ്പം ഞാൻ ആദ്യം കുളിച്ചു പോയി. കാരണം ഇവൻ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങിയപ്പോൾ ഞാൻ അടിമുടി മുഴുവൻ കുളിച്ചു. ഞാൻ ചോദിച്ചു, ഇത് എന്താടെ ഇങ്ങനെയാണോ സ്നാനം? ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവൻ പറയാ, എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ മന്ത്രം ചെയ്ത് ജീവിച്ചൊരു മന്ത്രവാദിയാണ്. എൻ്റെ യേശു എന്നെ തൊട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അതാ ഞാൻ ചാടി ഇറങ്ങിയതെന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇന്ത്യയിൽ അങ്ങനെയുള്ള കുറേ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാണ്. പൈശാചിക മേഖലയുടെ മേൽ അവൻ അടിസ്ഥാനമിട്ട് പണിയുന്ന ദൈവസഭ ഇന്ന് രാത്രി തല ഉയർത്തുന്ന നാളുകളാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ചുകൊണ്ട് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ.